സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും പലപ്പോഴും ആരോപണങ്ങളുമായി എത്തിയിരുന്ന വിവാഹമോചിതരായ താരദമ്പതിമാരായിരുന്നു നടൻ ബാലയും ഗായിക അമൃത സുരേഷും. തങ്ങൾ പിരിഞ്ഞതിനു ശേഷം മകളെ കാണിക്കാൻ പോലും അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴും ബാല ആരോപിച്ചിരുന്നു. അച്ഛനെന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന ബാലയുടെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ആദ്യമായി മകൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും പതിവായി മദ്യപിച്ചുവന്ന് അമ്മയെ ഉപദ്രവിക്കുന്ന ബാലയെ തനിക്ക് ഓർമ്മയുണ്ടെന്നും മകൾ ആവന്തിക പറഞ്ഞു. മാത്രവുമല്ല, കോടതിയിൽ നിന്ന് വലിച്ചിഴച്ച് കാറിലിട്ട് ചെന്നൈയിലേക്ക് ബലമായി കൊണ്ടുപോയി അമ്മയോടുള്ള വാശി തീർത്ത കാര്യവും മകൾ പറഞ്ഞു. തൊട്ടു പിന്നാലെ മകളുടെ ആരോപണത്തിൽ മറുപടിയുമായി ബാലയും ഒരു വീഡിയോയുമായി എത്തി. മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനിയൊരിക്കലും അരികിൽ വരില്ലെന്നും ബാല പറയുന്നു. ബാലയുടെ ഈ പ്രതികരണത്തോടെ കുട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ഇതോടെ പ്രതികരണവുമായി അമ്മ അമൃതയും രംഗത്തെത്തി. ബാലയുമായി പിരിയാനുള്ള കാരണം ആദ്യമായി അമൃത തുറന്നു പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങിയതാണെന്ന് അമൃത പറയുന്നു. തന്റെ മകളെ ഇനിയും സൈബർ ആക്രമണം ചെയ്ത് ഉപദ്രവിക്കരുതെന്നും അമൃത വീഡിയോയിൽ അപേക്ഷിക്കുന്നു. ഇത്രയും കാലം ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. മകളുടെ കാര്യമായതുകൊണ്ടാണ്. മകളുടെ പേരിൽ വാസ്തവമല്ലാത്ത ഒരു വാർത്ത വന്നിരുന്നു. മകൾക്ക് കോവിഡ് വന്നിട്ട് ഞാൻ ബാലചേട്ടനെ കാണിച്ചില്ല എന്നതായിരുന്നു അത്. പിന്നീട് ചാനലുകാർക്ക് സത്യാവസ്ഥ മനസ്സിലായി. അവർ ബാല നൽകിയ വ്യാജ വാർത്തയായിരുന്നു ഈ പറഞ്ഞത്. ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗം മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. അത് കാരണം അത്രത്തോളം എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടെന്നറിയാം. ആ വെറുപ്പ് മാറ്റാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഞാനും അമ്മയും മകളും അഭിരാമിയും ഉൾപ്പെടുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത്. കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. സന്തോഷത്തോടെ പോകേണ്ട ദിവസം. പക്ഷേ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷിക്കും? ഇന്ന് മകൾ വലുതായി. അവൾ എല്ലാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവൾ സ്വയം വീഡിയോ ചെയ്തത്. അവൾ എന്തു പറയുമെന്ന് എനിക്ക് ധാരണയില്ലായിരുന്നു. മകൾ ആ വീഡിയോ പുറത്തുവിട്ടതിനു പിന്നാലെ കുട്ടിയെ കൂടുതൽ സൈബർ ബുള്ളിയിങ്ങിന് ഇട്ടുകൊടുക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വീഡിയോയും വന്നു. കള്ളി, അഹങ്കാരി, അങ്ങനെ ചീത്ത വാക്കുകളാണ് അതിൽ കമന്റുകളായി കണ്ടത്. അതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ മകളെ ബ്രെയിൻ വാഷ് ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. ആശുപത്രിയിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് മകൾ ലാപ്ടോപ്പ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ബാലചേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് കണ്ട മകൾ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് എന്നോട് ചോദിച്ചു. കോടതിയിൽ നിന്ന് മകളെ വലിച്ചിഴച്ചാണ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയതും അവൾ അനുഭവിച്ചതാണ്. ഇതിൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തുവെന്ന് പറയുന്നതിലെ അർത്ഥമെന്താണ്? എന്റെ മലയാളി ചേട്ടന്മാരെ, ചേച്ചിമാരെ, നൂറുകണക്കിന് ആളുകൾ കണ്ട രംഗമാണത്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകില്ലേ? അവൾ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടുജോലിക്കാരാണ് അവൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി എടുത്തുകൊണ്ടുപോയിരുന്നത്. വിവാഹമോചനത്തിന്റെ സമയത്ത് സാക്ഷി പറഞ്ഞതും ഇവരെല്ലാമാണ്. സ്കൂളിൽ പോകുമ്പോഴും മകളോട് പലരും വീട്ടിലെ പ്രശ്നങ്ങൾ ചോദിക്കും. ഒരിക്കൽ മകളുടെ സഹപാഠി നിന്റെ അമ്മ ചീത്തയാണെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് ചോദിച്ചു. അന്ന് കരഞ്ഞുകൊണ്ടാണ് മകൾ വീട്ടിലെത്തിയത്. ഞാൻ ചെയ്ത തെറ്റെന്താണ്? 18ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു. അയാളെ വിവാഹം കഴിച്ചു. അതിനുശേഷം ചോരതുപ്പി പല ദിവസം ആ വീട്ടിൽ ഞാൻ കിടക്കേണ്ടി വന്നു. അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നതിനാൽ എനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നു. അദ്ദേഹം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ വിവാഹം ചെയ്തത്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബാലചേട്ടൻ മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. നിശ്ചയം കഴിഞ്ഞിട്ടാണ് ഞാനത് അറിയുന്നത്. അന്നും അച്ഛനും അമ്മയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിച്ചതാണ്. പക്ഷേ ഞാൻ തയ്യാറായില്ല. ഉപദ്രവം കൂടി വന്നു. മകളെ ബാധിച്ചു തുടങ്ങിയതോടെ ആ വീട്ടിൽ നിന്ന് ഓടിയതാണ്. കോടികളെടുത്തുകൊണ്ടല്ല ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു. പക്ഷേ മകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്നറിയിച്ചു. ബാലചേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ്. അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ പ്രശ്നങ്ങൾ ഇന്നും അനുഭവിക്കുന്നു. ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകും. ശരീരത്തിലെ പാടുകൾ കളയാനുള്ള ചികിത്സ ഇന്നും ചെയ്യുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു വെക്കോട്ടെ. കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായൊരു വീട് വച്ചേനെ. എല്ലാവരും എന്നെ വൃത്തികെട്ട അമ്മ എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നു. 14 വർഷത്തിന് ശേഷം എനിക്കൊരു പ്രണയമുണ്ടായി. ഒരുപാട് വർഷത്തിന് ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ. അത് നന്നായി പോകണേ എന്ന് കരുതി. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് ശരിയാകില്ല എന്ന് തോന്നിയപ്പോൾ പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞു. ഇതേ സമയത്ത് ബാലയുടെ വിവാഹവും കഴിഞ്ഞു. പക്ഷേ എന്നെ മാത്രം മോശമായി ചിത്രീകരിച്ചു. ഇരവാദവുമായല്ല ഞാൻ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷവും ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ജീവിച്ചു പോകാൻ അനുവദിക്കണം. ഞങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേയുള്ളൂ. എന്റെ മകളെ സൈബർ ബുള്ളിങ് ചെയ്യരുത്. ആ കുഞ്ഞിനെ തകർക്കരുത്. ഇതാണ് അമൃത വീഡിയോയിൽ പറഞ്ഞത്. ബാലയുടെ ആരോപണത്തിൽ മകൾ ആവന്തിക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്റെ അമ്മയെയും ആന്റിയെയും അമ്മാവയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തതാണ്. പക്ഷേ എന്റെ കുടുംബത്തിന്റെ വിഷമാവസ്ഥ കണ്ട്, കൂടാതെ എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്.
എന്നെയും എന്റെ അമ്മയെക്കുറിച്ചും വാസ്തവമല്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ വരെ ഇതിനെക്കുറിച്ച് ചോദിക്കും. എല്ലാവരും കരുതുന്നു ഞാനും അമ്മയും മോശമാണെന്ന്. എന്നാൽ അതല്ല സത്യം. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തു എന്നൊക്കെ. എനിക്ക് സമ്മാനങ്ങളൊക്കെ അയക്കാറുണ്ടെന്നുമൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും വാസ്തവമല്ല. അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം കിട്ടുന്നില്ല. അത്രത്തോളം എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ കുഞ്ഞല്ലേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എൻ്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട്. ഒറ്റ കാര്യത്തിനു പോലും തല്ലിയിട്ടില്ല. അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു തവണ അദ്ദേഹം വളരെയധികം മദ്യപിച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് കുപ്പി എറിഞ്ഞു. എന്റെ അമ്മ തടുത്തതുകൊണ്ട് അതെന്റെ തലയിൽ വന്നിടിച്ചില്ല. കോടതിയിൽ നിന്ന് തന്നെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവവും ആവന്തിക പറയുന്നുണ്ട്. അന്ന് ഭക്ഷണം തരാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ടുവെന്നാണ് മകൾ പറയുന്നത്. അമ്മയെ വിളിക്കാൻ പോലും അനുവദിച്ചില്ല എന്നും ആവന്തിക പറയുന്നു. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുതെന്നും ബാലയുടെയും അമൃതയുടെയും മകളായ ആവന്തിക പറയുന്നു.